പീരുമേടിനെ ടൂറിസം ഹബ്ബാക്കി മാറ്റുന്നതിനും പരുന്തുംപാറ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ നിലനിൽക്കുന്ന ഭൂമി പ്രശ്നങ്ങൾക്ക് അടിയന്തരമായി പരിഹാരം കാണുന്നതിനും ഇടപെടൽ നടത്തുമെന്ന് LDF സ്ഥാനാർത്ഥി കെ സലീംകുമാർ പറഞ്ഞു. പീരുമേട് ലൈവ് ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആരോഗ്യ സംരക്ഷണത്തിന് അത്യാധുനിക യന്ത്രങ്ങളുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഏക സ്ഥാപനം ഫാബിസ് മൾട്ടി ജിം പാമ്പനാർ. പീരുമേട് അസംബ്ലി നിയോജകമണ്ഡലം LDF സ്ഥാനാർത്ഥി കെ സലീംകുമാറിൻ്റെ പര്യടന പരിപാടികൾ 3-ാം ദിവസത്തിലേക്ക് കടന്നു. കരടിക്കുഴിയിൽ നിന്നും ആരംഭിച്ച പര്യടന പരിപാടി മുൻ MLA ES ബിജിമോൾ ഉദ്ഘാടനം ചെയ്തു. തോട്ടം മേഖലയിൽ കൂടെ കടന്നു പോകുന്ന സ്ഥാനാർത്ഥിക്ക് ആരതിയൊഴിഞ്ഞും കൊളുന്തുമാലയണിയിച്ചും ആവേശ നിർഭരമായ സ്വീകരണങ്ങളാണ് വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ നിന്നും ലഭ്യമാകുന്നത്. പീരുമേട് നിയോജക മണ്ഡലത്തിൽ അനന്തമായ ടൂറിസം സാധ്യതകളാണ് ഉള്ളത് എന്നും പീരുമേടിൻ്റെ ടൂറിസം സാധ്യതകളെ മനസ്സിലാക്കി പീരുമേടിനെ ടൂറിസം ഹബ്ബാക്കി മാറ്റുന്നതിനാവശ്യമായ ഇടപെടൽ നടത്തുമെന്നും പരുന്തുംപാറയുടെ സമീപ പ്രദേശങ്ങളിൽ നിലനിൽക്കുന്ന ഭൂമി പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കുന്നതിനാവശ്യമായ ഇടപെടൽ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. കല്ലാറിലെ സ്വീകരണ കേന്ദ്രത്തിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യുമായി ബന്ധപ്പെട്ട 5 സെന്റിലും 10 സെന്റിലും താമസിക്കുന്നതായ സാധാരണക്കാരായ മനുഷ്യരെ കയ്യേറ്റത്തിന്റെ മറവിൽ അവരുടെ ചില കാര്യങ്ങൾക്ക് തടസ്സമുണ്ടായിട്ടുണ്ട്. അവർ കയ്യേറ്റക്കാരല്ല, വൻകിട കയ്യേറ്റക്കാരെ ഒഴിപ്പിച്ചപ്പോൾ ഉണ്ടായ പ്രശ്നമാണ്. പക്ഷേ സാധാരണ പാവപ്പെട്ട മനുഷ്യരുടെ പ്രയാസങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുവാൻ വേണ്ടി നമ്മൾ റവന്യൂ മന്ത്രിയോട് പറഞ്ഞതനുസരിച്ച് അവരുടെ പ്രയാസങ്ങൾ ഒഴിവാക്കുവാൻ വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പ്രധാനമായും നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു കാര്യം, ഇവിടെ നിന്ന് പറയുമ്പോൾ പറയാതെ പോകാൻ പറ്റത്തില്ല. ടൂറിസത്തിന് ഏറ്റവും കൂടുതൽ മുൻതൂക്കം കൊടുക്കണം. പരുന്തുംപാറ ഉൾപ്പെടെ വാഗമൺ ഉൾപ്പെടെ നമ്മുടെ പീരുമേടിൽ ഒരു ടൂറിസം ഹബ്ബായി തന്നെ കൊണ്ടുവന്നുകൊണ്ട് എല്ലാ ടൂറിസം മേഖലയെയും ബന്ധിപ്പിച്ചുകൊണ്ട് ടൂറിസം മേഖലയിൽ വലിയ പുരോഗതി കൊണ്ടുവന്നാൽ നമ്മുടെ നാട്ടിലെ നമ്മുടെ കുടുംബത്തിലെ ഒരു കുട്ടിക്കെങ്കിലും അല്ലെങ്കിൽ ഒരാൾക്കെങ്കിലും ചെറുതെങ്കിലും ഒരു ജോലി കൊടുക്കുവാൻ വേണ്ടി കഴിയുമോ എന്നുള്ള ആലോചനയും നമ്മൾ നടത്തുന്നുണ്ട്. ഇതെല്ലാം നടത്തണമെങ്കിൽ പ്രിയപ്പെട്ടവർ അറിയേണ്ടത് നമ്മുടെ സർക്കാർ വരണം. സർക്കാർ വരുമ്പോൾ അതിൽ ഇവിടെ നിന്ന് മത്സരിക്കുന്ന എന്നെയും കൂടി നിങ്ങൾ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താൻ തീരുമാനിക്കണം. അങ്ങനെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ കരടിക്കുഴിയിൽ നിന്നും ആരംഭിച്ച 3-ാം ദിവസത്തെ പര്യടന പരിപാടികൾ 55-ാം മൈൽ കരടിക്കുഴി ഗേറ്റ്, പട്ടുമല, ചൂളപ്പരട്ട്, കല്ലാറ്, പീരുമേട്, കുട്ടിക്കാനം, പള്ളിക്കുന്ന്, ഗ്ലെൻമേരി, LMS, കൊടുവ, തെപ്പക്കുളം, ലാഡ്രം, പുതിരയം, ലാഡ്രം എസ്റ്റേറ്റ്, റാണിമുടി, മേലെഴുത, പഴയ പാമ്പനാർ എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി പാമ്പനാറ്റിൽ സമാപിക്കും. സ്ഥാനാർത്ഥിക്കൊപ്പം ജോസ് ഫിലിപ്പ്, R തിലകൻ, M തങ്കദുരൈ, S സാബു, ES ബിജിമോൾ, R വിനോദ്, T ഗണേഷ്, PA ജേക്കബ്, സുഭാഷ് ഗുപ്ത, CP ബാബു, MN ചന്ദ്രൻ, KB സിജിമോൻ, TK മോഹനൻ, KM ബാലകൃഷ്ണൻ തുടങ്ങിയവർ അനുഗമിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പീരുമേട് ലൈവ്.